നമസ്കാരം. പി കെ മീഡിയയുടെ ലൈഫ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. സ്മിലാക്കേസി കുടുംബത്തിലെ സ്മിലാക്സ് ജനുസിൽപ്പെട്ട ഒരു സസ്യമാണ് കരിയിലാഞ്ചി. ഇതിൻ്റെ ശാസ്ത്രീയ നാമം സ്മിലാക്സ് സെലാനിക്ക എന്നുള്ളതാണ്. ഒരിനം വിഷസസ്യത്തിന് ഗ്രീക്ക് ഭാഷയിലുള്ള പേരാണ് ജനുസ് നാമമായി നൽകിയിട്ടുള്ളത്. ശ്രീലങ്കയിൽ നിന്നുള്ളത് എന്നാണ് സ്പീഷീസ് പദത്തിനർത്ഥം. മലയാളത്തിൽ ഇതിനെ കരിയിലാഞ്ചി, അരിക്കണ്ണി, കരുവിലാന്തി, കാട്ടുപാവ്, കീക്കേങ്ങിൻ വള്ളി, ചീക്കിഴങ്ങ്, ചെന്നാർ വള്ളി, രാമദന്തി, വരിക്കണ്ണി, കരിയിലാഞ്ചി, ചീനപ്പാവ്, വലിയ കണ്ണി, കൊട്ടവള്ളി, കൽത്താമര എന്നൊക്കെ പല പേരുകൾ ഉണ്ട്. ഇംഗ്ലീഷിൽ ഇതിനെ സ്മിലാക്സ് എന്നാണ് വിളിക്കുന്നത്. സംസ്കൃതത്തിൽ ഇതിനെ വനമധുസ്നഹി എന്ന് വിളിക്കുന്നു. ഹിന്ദിയിൽ ഇതിനെ കുമാരിക എന്നാണ് പറയുക. കന്നഡ ഭാഷയിൽ ഇതിനെ കാടു ഹംബു എന്നാണ് പറയുക. തെലുങ്ക് ഭാഷയിൽ ഇതിനെ കൊണ്ടതന്തനെ എന്നാണ് പറയുക. തമിഴിൽ ഇതിനെ അയാടി, മലൈത്താമരൈ, കൽത്താമരൈ എന്നൊക്കെ പറയാറുണ്ട്. കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം. ഇന്ത്യ, ശ്രീലങ്ക, മലേഷ്യ, മ്യാൻമാർ, ജാവ, സോളമൻ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ കരിയിലാഞ്ചി കാണപ്പെടുന്നുണ്ട്. ഇന്ത്യയിൽ പരക്കെ കാണപ്പെടുന്നുണ്ട്. കേരളത്തിൽ ആർദ്ര ഇലപൊഴിയും വനങ്ങളിലും അർദ്ധനിത്യഹരിത വനങ്ങളിലും കാവുകളിലും കുന്നിൻ പ്രദേശങ്ങളിലും ഇത് വളരുന്നുണ്ട്. പരിസ്ഥിതി മൂല്യത്തെ നോക്കാം. കുഞ്ഞിവാലൻ, നീളൻ വെള്ളിവാലൻ, വെള്ളിവരയൻ, ചോണൻ, നീലരാജൻ എന്നീ ചിത്രശലഭങ്ങളുടെ ലാർവ ഭക്ഷണ സസ്യമാണ് ഇതിൻ്റെ ഇലകൾ. രൂപവിവരണം നോക്കാം. കരിയിലാഞ്ചി ഒരു വള്ളിച്ചെടിയാണ്. ബലമുള്ള കാണ്ഡത്തിൽ നിറയെ അഗ്രഭാഗം വളഞ്ഞ കടുത്ത മുള്ളുകളുണ്ട്. 6 തുടങ്ങി 12 സെൻറ്റിമീറ്റർ വരെ നീളവും 3 തുടങ്ങി 6 സെൻറ്റിമീറ്റർ വരെ വീതിയുമുള്ള ഇലകൾക്ക് പൊതുവെ വഴന അല്ലെങ്കിൽ എടന എന്നൊക്കെ പറയുന്ന സസ്യത്തിൻ്റെ ഇലകളുമായി രൂപസാദൃശ്യമുണ്ട്. ഇലകളിൽ 3 തുടങ്ങി 4 വരെ ഞരമ്പുകൾ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇലകളുടെ വിന്യാസം ഏകാന്തരക്രമത്തിലാണ്. പത്രവൃന്ദത്തിന് 2 സെൻറ്റിമീറ്റർ നീളം കാണും. പത്രവൃന്ദത്തിൻ്റെ ഇരുവശങ്ങളിൽ നിന്നുള്ള പ്രധാനങ്ങൾ മറ്റു സസ്യങ്ങളിൽ കയറിപ്പറ്റാനായിട്ട് സഹായിക്കുന്നു. മെയ് തുടങ്ങി ജൂൺ വരെയുള്ള മാസങ്ങളിലാണ് പൂക്കുക. പത്രവൃക്ഷങ്ങളിൽ നിന്നുള്ള ഛത്രമഞ്ജരിയിലാണ് പൂക്കൾ ഉണ്ടാകുന്നത്. പച്ച കലർന്ന മഞ്ഞ നിറമുള്ള പൂക്കൾ ഏകലിംഗങ്ങളാണ്. ആൺപൂക്കളിൽ സ്വതന്ത്രമായി നിലകൊള്ളുന്ന 6 കേസരങ്ങൾ കാണും. പെൺപൂക്കളുടെ അണ്ഡാശയത്തിന് 3 അറകളുണ്ടാകും. ഗോളാകൃതിയിലുള്ള ഫലങ്ങൾക്ക് കുരുമുളകിനേക്കാൾ അല്പം കൂടി വലിപ്പമുണ്ടാകും. ഇനങ്ങളെ നോക്കാം. ഇതേ ജനുസിൽപ്പെടുന്ന 5 സ്പീഷീസുകൾ കൂടി കേരളത്തിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണപ്പെടുന്നുണ്ട്. രാസഘടകങ്ങളെ നോക്കാം. വിറ്റാമിൻ എ, വിറ്റാമിൻ ബി, വിറ്റാമിൻ സി, ഗ്ലൈക്കോസൈഡുകൾ, ഡയോസ്ജനിൻ, സപ്പോണിൻസ്, ബി സിറ്റോസ്റ്ററോൾ, സാർസെപ്പോജനിൻ, സ്മിലാജനിൻ, ഫ്ലവനോയിഡുകൾ, ആൽക്കലോയിഡുകൾ, ടാനിൻസ്, കാൽസ്യം, ചെമ്പ്, ഇരുമ്പ്, മഗ്നീഷ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സോഡിയം, സിങ്ക് എന്നിവയൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഔഷധ മൂല്യത്തെ നോക്കാം. ഇലയും വേരും ഔഷധയോഗ്യങ്ങളാണ്. പല്ലുവേദന, അതിസാരം, പൊള്ളൽ, നീർക്കെട്ട്, ത്വക്ക് രോഗങ്ങൾ, അൾസർ തുടങ്ങിയ രോഗങ്ങൾക്ക് ഔഷധമായി ഇത് ഉപയോഗിക്കാറുണ്ട്. ആദിവാസി ഗോത്ര ചികിത്സയിൽ കിഴങ്ങ് കൊളസ്ട്രോളിന് ഉപയോഗിക്കാറുണ്ട്. ഹോർത്തൂസ് മലബാരിക്കൂസ് എന്ന ഗ്രന്ഥത്തിൽ ഇതിൻ്റെ ചില ഔഷധ പ്രയോഗങ്ങൾ പറയുന്നുണ്ട്. അത് ഏതൊക്കെ ഒന്ന് നോക്കാം. 1. കരിയിലാഞ്ചിയുടെ വേര്, ഇഞ്ചി, മഞ്ഞൾ എന്നിവ തുണിയിൽ പൊതിഞ്ഞ് നല്ലെണ്ണ, മേമ്പൊടി ചേർത്ത് ഉച്ഛ്വസിച്ച് കഴിഞ്ഞാൽ തലവേദനയ്ക്ക് ശമനം കിട്ടും. 2. കരിയിലാഞ്ചിയുടെ വേര്, ഇഞ്ചി, മഞ്ഞൾ എന്നിവ തിളപ്പിച്ച് നെറ്റിയിൽ പുരട്ടുകയും ചെവിയിൽ ഒഴിക്കുകയും ചെയ്താൽ തലവേദനയ്ക്ക് നല്ലതാണ്. 3. കരിയിലാഞ്ചിയുടെ ദൃഢമായ കിഴങ്ങ്, അതായത് മൂത്ത കിഴങ്ങ് മഞ്ഞളിൻ്റെ കൂടെ അരച്ച് നല്ലെണ്ണയിൽ മൂപ്പിച്ചെടുത്ത് അകത്ത് കഴിച്ചാൽ വയറിളക്കം ശമിക്കുന്നതാണ്. 4. പൊട്ടാതെ വേദന കൂടിയ പരിക്കൾക്ക് മുകളിൽ കരിയിലാഞ്ചിയുടെ ഇല അരച്ചിട്ടാൽ ശമിക്കും. അത് ഗോത്ര ചികിത്സയിലുള്ളതാണ്. പാർശ്വഫലങ്ങളെ നോക്കാം. ഈ സസ്യത്തിൻ്റെ മുള്ളുകൾ ശരീരത്തിൽ കൊണ്ടാൽ നല്ല വേദനയുണ്ടാകും. മുള്ളുകൊണ്ട് ഉണ്ടായ മുറിവുകൾ മിക്കവാറും പഴുക്കാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് മുള്ളുകൊള്ളാതെ സൂക്ഷിക്കേണ്ടതാണ്. കലയും സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം.
കടമ്മനിട്ടയുടെ കവിതകളിൽ പ്രശസ്തമായ ഒന്നിലെ വരികൾ ഇപ്രകാരമാണ്: കരിയിലാഞ്ചിക്കാട്ടിൽ നിന്നും കുറത്തിയെത്തുന്നു, കരിയിലാഞ്ചി വള്ളി പോലെ കുറത്തിയെത്തുന്നു എന്നുള്ളതാണ്. ഇതിലെ ഔഷധപ്രയോഗങ്ങൾ വിദഗ്ധനായ വൈദ്യൻ്റെ ഉപദേശത്തോടുകൂടി സ്വീകരിക്കുക. ഈ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് ആശംസിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.